ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു പോപ്കോൺ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. आज हम പോപ്കോൺ ചിക്കൻ बनाने जा रहे दिखाएंगे कैसे. പോപ്കോൺ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. इसके लिए मसाला बनाएंगे. മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുക്കുന്നത്. കുരുമുളക് പൊടി 1/2 टेबल स्पून, 1/2 टेबल स्पून गोल मिर्ची का पाउडर लिया है, 1/2 टेबल स्पून चाट मसाला, 1/2 टेबल स्पून गरम मसाला पाउडर, 1 टेबल स्पून नमक, ഉപ്പ് 1 ടേബിൾ സ്പൂൺ. നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഷുഗർ, ഒറിഗാനോ 1 ടേബിൾ സ്പൂൺ. എല്ലാ മസാലയും കൂടെ നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം. सब मसाला मिला के अच्छे से पाउडर करेंगे. ഞാൻ മസാല പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മസാല പൗഡർ किया है. अभी 750 ग्राम ചിക്കൻ लिया है. നമ്മൾ 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിനകത്തോട്ട് നമുക്കിടാം. एक बर्तन में डालना. 1/4 കിലോയാണ് ബോൺലെസ് ചിക്കൻ. ബോൺലെസ് ചിക്കൻ 1/4 കിലോ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മസാല ഇപ്പോൾ പൊടിച്ചുകൊണ്ട് വന്ന മസാല 2 ടേബിൾ സ്പൂൺ ആണ് ഇടുന്നത്. അभी पाउडर किया है मसाला 2 ടേബിൾ സ്പൂൺ डालते हैं. 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടാണ് നമ്മൾ മസാല പൊടിച്ചത്. അभी ഇപ്പം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ नमक डाल के हम पीस किया था. अभी 1/2 ടേബിൾ സ്പൂൺ नमक इसमें डाल दें. 2 ടേബിൾ സ്പൂൺ അദ്രക് ലഹ്സൂൻ ഒണിയൻ പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ സവോളയുടെ പേസ്റ്റും കൂടെയാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുക, थोड़ा हल्दी पाउडर, 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. अच्छे മിക്സ് करना है. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് മെറിനേറ്റ് ചെയ്യാൻ വെക്കാം. अभी सब मसाला मिक्स किया है. 10 मिनट मेरिनेट करने के लिए रखेंगे. अभी 2 कप मैदा എടുക്കാം. 2 कप मैदा, 2 कप मैदा लिया है. थोड़ा ज़्यादा मैदा चाहिए इसलिए 2 कप लिया है. നമുക്ക് കൂടുതൽ മൈദ വേണം, അതിനാ ഞാൻ 2 കപ്പ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ इसमें डाल दें. थोड़ा सा नमक, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. अच्छे मिक्स करना है. क्या നമ്മൾ കോൺഫ്ലോർ ഉപ്പും എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. मैदा में कॉर्नफ्लोर और नमक डाल के अच्छे से मिला दिया है. अभी डालना है മെറിനേറ്റ് करके रखा था वही चिकन है. നമ്മൾ മെറിനേറ്റ് ചെയ്യാൻ വെച്ച ആ ചിക്കനാണ് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇതിനകത്തുനിന്ന് കുറച്ചെടുത്ത് थोड़ा निकाल के अभी मैदा में डाल दें. നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. अच्छे से थोड़ा मिक्स करना है. ഈ ജാലി में डालना है. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് കുടഞ്ഞെടുക്കാം. इसका मैदा निकालना है. തണുത്ത വെള്ളം വേണം. ഇനി एकदम ठंडा पानी एक बाउल में डाल दें. നമുക്ക് തണുത്ത വെള്ളം ഒരു ബൗളിനകത്ത് ഇട്ട് കൊടുക്കാം. നല്ല തണുത്താണ് ഏറ്റവും നല്ലത്. अच्छा ठंडा होना चाहिए. പൗഡർ निकाल के നമുക്ക് മൈദ മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് 1 സെക്കൻഡ് डिप ചെയ്തെടുക്കാം. 1 सेकंड थोड़ा डिप करना है. ऐसा करने के बाद फिर देखिए ये मैदा में डाल रहे. നമുക്ക് മൈദയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് പ്രസ് ചെയ്ത് മിക്സ് ചെയ്യണം. अच्छे से रगड़ के मिक्स करना है. इसके बाद पन्नी में डालना है. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനും മൈദ മാറ്റിയെടുക്കാം. अच्छे से मैदा निकालना है. ऐसा സ്റ്റഫ് होना चाहिए. ഇതുപോലത്തെ സ്റ്റഫ് വേണം നമുക്ക് വേണ്ടത്. നമുക്കിത് മാറ്റി ഒരു പ്ലേറ്റിനകത്തോട്ട് വെക്കാം. एक प्लेट में डाल दें. ऐसे सब बनाएंगे. നമുക്കിതുപോലെ എല്ലാം ചെയ്തെടുക്കാം. വീണ്ടും ചിക്കൻ ഈ മൈദയ്ക്കകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. अच्छे से मिक्स करना है. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. इसमें डाल दें.
मैदा निकालना है. നമുക്ക് മൈദ മാറ്റിയെടുക്കാം. पानी में डिप करना है. നമുക്ക് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. പെട്ടെന്ന് എടുക്കണം. जल्दी निकालना है. फिर डाल दीजिए ये मैदा में. मैदा के अंदर നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. अच्छे से रगड़ दीजिए. നല്ലതായിട്ട് പ്രസ് ചെയ്തെടുക്കാം. മൈദ കളഞ്ഞെടുക്കാം. മൈദ മുഴുവൻ കളഞ്ഞ് നമുക്ക് പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം. മൈദ निकाल के इसमें बर्तन में डाल दें. ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് എടുക്കാം. इसे डाल दीजिए. നമ്മൾ चिकन എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. चिकन पूरा रेडी करके रखा है. अभी तेल अच्छे से गर्म हो गया. ചൂട് നല്ലതായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഇതിടാവുള്ളൂ. നല്ലതായിട്ട് എണ്ണ തിളച്ച് കിടക്കുകയാണ്. നമുക്ക് ഇതിട്ട് കൊടുക്കാം. अच्छे से बॉईल हो गया तेल. अभी ये डाल दें. നമ്മുടെ पॉपकॉर्न चिकन फ्राई आई കഴിഞ്ഞു. हम लोग का पॉपकॉर्न चिकन फ्राई हो गया है. अभी निकालना है. നമുക്ക് ഇപ്പോൾ എടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് टिश्यू पेपरलोटല്ല മാറ്റിയിരിക്കുന്നത്. टिश्यू पेपर का ऊपर में हम फ्राई करके डाला नहीं है. अभी हमको इसमें इसका ऊपर में मसाला डालना है. നമുക്ക് ഒരു ടീസ്പൂൺ മസാല നമുക്ക് ഇതിനകത്ത് വെയിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുടഞ്ഞെടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയുടെ ബാക്കിയാണ്. ഞാൻ ആദ്യം പൊടിച്ച് വെച്ച നമ്മുടെ മസാല പൗഡറാണ് ഇത്. पहले पाउडर करके रखा था वही मसाला पाउडर है. अभी फ्राई करके इसका ऊपर में डाल दिया है. चिकन നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി था वो चिकन भी अभी डालेंगे. हमारा അടുത്ത ഇട്ട चिकन रेडी ആയി കഴിഞ്ഞു. दोबारा डाला हुआ चिकन भी रेडी हो गया. निकाल रहे. चिकन ഇപ്പോൾ എടുത്തതാണ്. अभी निकाला हुआ वही चिकन है पॉपकॉर्न चिकन. अभी हम लोग बनाया हुआ वो मसाला डाल रहे. നമുക്കിതിപ്പോൾ മസാലപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന മസാലപ്പൊടിയാണ്. അതും കൂടെ ഇട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. ഈ അച്ചാറ് ഇച്ചി മിലാ ദീജിയേഗാ. അത് നല്ല ക്രിസ്പിയാണ്. അകത്ത് നല്ല ജ്യൂസിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. सब लोग थोड़ा घर में ट्राई करके देखिएगा. बाहर में अच्छा क्रिस्पी है, अंदर में जूसी भी है. सब लोग घर में ट्राई करके देखिएगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.